പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് കളമശ്ശേരിയെ കുറിച്ചാണ് കേട്ടോ. കളമശ്ശേരി എന്നത് IT സിറ്റി അല്ല, ഹൈടെക് സിറ്റി എന്ന് പറയാം. ഹൈ ടെക്നോളജി യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ഒത്തിരി കമ്പനികൾ ഇവിടെ ഉണ്ട് കേട്ടോ. ലേറ്റസ്റ്റ് ടെക്നോളജി ആയിട്ടുള്ള AI ഉപയോഗിച്ചിട്ടും റോബോട്ടിക് ഉപയോഗിച്ചിട്ടുള്ള കമ്പനികൾ ഇവിടെ ഉണ്ട് കേട്ടോ. അതിന് പ്രൊഡക്ഷനും സർവീസും ആയിട്ടുള്ള ഒത്തിരി കമ്പനികൾ വരുന്നുണ്ട്. ട്രാവൽ പരമായും ബിസിനസ് പരമായും ഉള്ള ഇൻഫർമേഷൻസ് ആട്ടോ ഈ വീഡിയോ വഴി പങ്കുവെക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇവിടെ ടെക്നോളജി ബേസ് ചെയ്തിട്ടുള്ള കമ്പനികൾ മാത്രമല്ല, ഒത്തിരി ടെക് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ട്. അതിൽ എടുത്തു പറയേണ്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി, കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. ഇത് ഇന്ത്യയിൽ തന്നെ മുൻനിര യൂണിവേഴ്സിറ്റികളിൽ പെടുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. വെറൈറ്റിയുള്ള ഒത്തിരി കോഴ്സുകളാണ് പഠിപ്പിക്കുന്നുണ്ട്. ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെന്റേഷൻ, പോളിമർ സയൻസ്, റബ്ബർ ടെക്നോളജി, ഷിപ്പ് ടെക്നോളജി, ഫോട്ടോണിക്സ്, മറൈൻ എഞ്ചിനീയറിംഗ്, അങ്ങനെ ഒത്തിരി ബ്രാഞ്ചുകളുണ്ട്. അതുകൂടാതെ MBA, LLB അങ്ങനത്തെ കോഴ്സുകളും ഉണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സും വരുന്നുണ്ട് കേട്ടോ. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി സെലക്ട് ആവുകയാണെങ്കിൽ ഹെവി സാലറി ആയിരിക്കും. അതുമാതിരി ഇവിടുത്തെ ക്യാമ്പസും അടിപൊളിയാണ്. എന്ന് വെച്ചാൽ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ക്യാമ്പസ് അല്ല, ഓപ്പൺ ആണ് കേട്ടോ. നമ്മളെല്ലാം ക്യാമ്പസ് കാണുമ്പോൾ ഒരു മതിൽക്കെട്ടിൻ്റെ അകത്തുള്ള ഒരു ക്യാമ്പസ് എന്നുള്ളതില്ല. ഇത് അങ്ങനെയല്ല, ഓപ്പൺ ആണ് ഇവിടുത്തെ ക്യാമ്പസ് ഒക്കെ. ഏതാണ്ട് 180 ഏക്കറുള്ള ക്യാമ്പസാണത്. ഇവിടുത്തെ ഈ ക്യാമ്പസിലെ പഠിക്കണം എന്നുണ്ടെങ്കിൽ നന്നായിട്ട് പഠിക്കാം. അതല്ല എൻജോയ് ചെയ്ത് നടക്കണം എന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് നടക്കാൻ പറ്റിയൊരു ക്യാമ്പസുമാണ്. നമ്മുടെ ഈ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ ഇന്ത്യയിലെ തന്നെ പല ഭാഗത്തു നിന്നും പിള്ളേർ വന്ന് പഠിക്കുന്നുണ്ട്. അവരെല്ലാം അടിപൊളിയാണെന്നുള്ള കൺസെപ്റ്റിലാണ് മിക്കവാറും സംസാരിക്കുന്നത്. നമുക്ക് അവിടുത്തെ പിള്ളേരുടെ അടുത്ത് തന്നെ ചോദിച്ചു നോക്കാം കേട്ടോ. അത് എങ്ങനെയുണ്ട് ക്യാമ്പസും കാര്യങ്ങളൊക്കെ? പിന്നെ ക്യാമ്പസ് അടിപൊളിയാ, പിന്നെ ക്യാമ്പസ് ലൈഫൊക്കെ അടിപൊളിയാ. ലൈക്ക് ഞാൻ പറയട്ടെ, ഇവിടെയൊക്കെ എനിക്ക് ഫുൾ ക്യാമ്പസ് ലൈഫ് കിട്ടും. ഹിന്ദിക്കാരുണ്ട് ഇവിടെ, നോർത്ത് ഈസ്റ്റ്, ഇവിടെ കശ്മീർ ഒക്കെ ഉണ്ട്. അപ്പം എനിക്ക് എല്ലാം വൈബ്രന്റ് ആയിട്ടുള്ള ക്യാമ്പസ് ആണ് ഇവിടെ, എല്ലാം കിട്ടും. പിന്നെ എന്താ നല്ല രസമാണ്, കുറെ ആൾക്കാരുണ്ട്, ഒരുപാട് ഭാഷ സംസാരിക്കുന്നവരായിട്ട് ഇങ്ങനെ ഇതുണ്ട്. Bihar. Yeah. It's a nice campus. I think we are very far away from my home, but it's not feel like we are that much far from my home. It's feel like home here also. Mumbai. A little language barrier is there. Of course, food is also a problem, but we get North Indian Overall food. campus. Overall campus, good. Acha. Okay. From Patna. Patna. Okay. It is very good. It is very good campus. It is very good campus. Okay. I'm also from Bihar. Very nice campus, but it should have a north hostel also for northeast. I'm from Jharkhand. They all are from Bihar, but I'm from Ranchi. Ranchi, Jharkhand, Dhoni. Dhoni. Yeah, but my parents are from Bihar. About the campus, it's good, it's fine, but as you mentioned, there is some language barriers. And the first year they don't give hostels and all, but it's okay, it's fine. Everything is okay. Okay. Thank you. ഇത് കൊച്ചി യൂണിവേഴ്സിറ്റി IIT ആകാനുള്ള ഒരു പ്രൊപ്പോസൽ വന്നിരുന്നു കേട്ടോ.
കുസാറ്റ് കൂടാതെ ഒത്തിരി ടെക് ഇൻസ്റ്റിറ്റ്യൂഷൻ വരുന്നുണ്ട്. ബിടെക് അല്ലാണ്ട് ഡിപ്ലോമയും ITഐയും അങ്ങനെ ഒത്തിരി വരുന്നുണ്ട്. ഇവിടെ ഗവൺമെൻറ് ITഐ വരുന്നുണ്ട്, ഗവൺമെൻറ് പോളിടെക്നിക് ഉണ്ട്. അതുകൂടാതെ ഗവൺമെൻറ് വിമൻസ് പോളിടെക്നിക് ഉണ്ട്, വിമൻസ് ITഐ ഉണ്ട്. പിന്നെ എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് സെന്റർ ഉണ്ട്. നമുക്ക് ഇവിടുത്തെ ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിലെ പിള്ളേരുടെ അടുത്തൊന്ന് സംസാരിച്ച് നോക്കാം കേട്ടോ. ഇവിടുത്തെ ITഐ പിള്ളേരുണ്ട്. ക്യാമ്പസൊക്കെ അടിപൊളിയാ. നല്ല വൈബാണ്. അടിപൊളിയാണ്. നമ്മളെ അവിടെ എന്ന് പറയുമ്പോൾ 22 ട്രേഡ് ഉണ്ട്. ITഐയിൽ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ വേറെ എവിടെയും കണ്ടില്ല ഇത്രയും ട്രേഡുകളിലൊരു ഫെസിലിറ്റി. കേരളത്തിൽ തന്നെ വെച്ച് ഏറ്റവും അടിപൊളി ട്രേഡായി കണ്ടാണ് എനിക്ക് തോന്നുന്നത്. ക്യാമ്പസ് വലുതാണോന്നോ, ഒരു കോളേജ് ലൈഫാണ് സംഭവം അവിടെ. ബട്ട് ITഐ ആണെന്നേ ഉള്ളൂ, വിഷയമൊന്നുമില്ല. അതെ, നല്ല കുട്ടികളുണ്ട്. എന്തോരം കുട്ടികളുള്ള ചെക്കന്മാരൊക്കെ ഫുള്ളുണ്ട്. ഇവിടുത്തെ ക്യാമ്പസുകളെല്ലാം അടിപൊളി ക്യാമ്പസായിട്ട് തന്നെയാണ് പിള്ളേരുടെയൊക്കെ അഭിപ്രായം വന്നേക്കുന്നത് കേട്ടോ. കാരണം എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും, മിക്കവാറും എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും നല്ല വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസാണ്. ഒത്തിരി വലിയ ക്യാമ്പസുകളാണ് പലതും. ഇവിടെ ഗവൺമെൻറ് കോളേജുകൾ മാത്രമല്ല കേട്ടോ, ഒത്തിരി പ്രൈവറ്റ് കോളേജുകളും ഉണ്ട് കേട്ടോ. സെൻറ്റ് പോൾസ് കോളേജ്, ആൽബർട്ടൻസ് കോളേജ്, രാജഗിരി കോളേജ്, SCMS, പിന്നെ ലിറ്റിൽ ഫ്ലവർ ITഐ, അങ്ങനെ ഒത്തിരി കോളേജുകൾ പ്രൈവറ്റും വരുന്നുണ്ട് കേട്ടോ. പിന്നെ അത് കൂടാതെ പാരലൽ കോളേജുകളും ഉണ്ട് ഇഷ്ടംമാതിരി. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വിദ്യാഭ്യാസ തലസ്ഥാനം എന്ന് വേണമെങ്കിൽ പറയാം. അത്രയധികം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് ഇവിടെ. പിന്നെ ഒരു പ്രത്യേകത ഉള്ളത്, ഈ ഭാഗത്ത് കുറേ DTP ഡിസൈനിങ് അങ്ങനെയുള്ള സ്ഥാപനങ്ങളും ഉണ്ട്. ഫോട്ടോസ്റ്റാറ്റ് കോപ്പി, ബൈൻഡിങ്, അങ്ങനെ എല്ലാം ചെയ്തു തരുന്ന സ്ഥാപനങ്ങൾ. ബൾക്കായിട്ട് റേറ്റ് വളരെ കുറവുള്ള വിധത്തിൽ ചെയ്തു തരുന്ന ഒത്തിരി സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ അനുബന്ധമായ കാര്യങ്ങളെല്ലാം കൂടി ഈ ഭാഗത്ത് കൂടുതലുണ്ട് കേട്ടോ. സ്വാഭാവികമായിട്ടും വിദ്യാർത്ഥികൾ കൂടുതലുള്ളതുകൊണ്ടായിരിക്കാം ഈ ഭാഗത്ത് അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഒരു കാര്യമുള്ളത്, ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു നല്ല ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഈ ഭാഗത്തു നിന്ന് ഏതെങ്കിലും പഠിച്ചിറങ്ങി ഇനി നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ ആ ഐഡിയ ഒരു നല്ലൊരു സംരംഭമായിട്ട് വളർത്തിയെടുക്കാൻ നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അതിനും നിങ്ങൾക്ക് വഴിയുണ്ട് കേട്ടോ. ഇവിടുന്ന് ഒരു കുറച്ച് കിലോമീറ്ററിന് അപ്പുറത്ത് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ കീഴിലുള്ള സ്റ്റാർട്ടപ്പ് വില്ലേജ് ഉണ്ട്. അവിടുത്തെ വിശേഷങ്ങളെ അടുത്ത വീഡിയോയിൽ കാണാം.